families, welcome back to our channel La Family Vlog. Aarti here, Anjana here. So ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ വ്ളോഗ് ഞാൻ എക്സ്പെൻസീവ് വ്ളോഗ് എന്ന പേരിന് കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ലുലു മോളിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ആ ലുലു മോളിൽ വെച്ച് നമ്മൾ ഈ ഒരു താരത്തെ കണ്ടിട്ട് ഞാൻ താരമായിരുന്നു കാണിച്ചു തരാം. നിങ്ങൾ വിചാരിക്കും ഇത് ന്യൂഡിലല്ലേ, ഇതിനാണ് ഇത്ര ഗെറ്റപ്പ് ഇൻട്രൊഡക്ഷൻ താരം എന്നൊക്കെ പറഞ്ഞെന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരു ന്യൂഡിലിന് ഞാൻ ഇത്രയും ഗെറ്റപ്പ് ഞാൻ കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെല്ലാവരും ന്യൂഡിൽ കഴിക്കാൻ ആഗ്രഹമുള്ള പ്രാന്തന്മാരും പ്രാന്തികളാണ് വീട്ടിലുള്ളത്. അപ്പോൾ ആ ടൈമിൽ മാഗിയാണ് ഇപ്പിയാണ് എടുക്കേണ്ടി പോയത്. ഓക്കെ, രണ്ടും നോക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനത്തെ കണ്ടുപിട്ടുന്നത്. ഓക്കെ, ഇത് കാണാനുള്ള കാരണം ഇതിൻ്റെ പിക്ചർ കണ്ട ഈ പിക്ചറിൻ്റെ അടുത്ത് ഹാഫ് ബോയിൽ മുട്ട, ചിക്കൻ, ഒരു കളർഫുൾ നൂഡിലായതുകൊണ്ട് ഭയങ്കര ഒരു കൊതി വന്നു. അങ്ങനെ ഇത് എടുത്ത് ഇതിൻ്റെ റേറ്റ് നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടണത്. ഇതിൻ്റെ റേറ്റ്, അതായത് ഈ ഒരു കുഞ്ഞ് ഉമ്പടിസി കിടുക്കാച്ചി അല്ലെങ്കിൽ കുഞ്ഞ് കിടുക്കാപ്പെട്ടി നൂഡിൽസിൻ്റെ വില എന്ന് പറയുന്നത് 450 rupees. കണ്ട, 450 rupeesൻ്റെ നൂഡിലാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അതായത് ഇത്രയും കുടുക്കാസി നൂഡിലാണ്, ഇത്രയേ ഉള്ളൂ എൻ്റെ സൈസ് എന്ന് പറയുന്നത്. അത് 450 rupees. സത്യം ഞാൻ ഞെട്ടിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ, അതായത് നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണ് എന്തോന്ന് ഇങ്ങനത്തെ എക്സ്പെൻസീവ് നൂഡിൽസ് കഴിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ വേണ്ടി ട്രൈ അല്ല കാണുന്നത് പോലും. അപ്പോൾ എന്തായാലും കണ്ടു. അപ്പോൾ എന്തായാലും നമ്മളെപ്പോലെ തന്നെ ചിലപ്പം ഇത് അറിഞ്ഞൂടാത്ത സാധാരണ നമ്മൾ മാഗി ഇപ്പിയൊക്കെ എത്ര നമ്മൾ കൂടിപ്പോയാൽ 100 രൂപയ്ക്കുള്ള മാഗിയെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അല്ലേ. 200 വരെ പോവാം. എന്നാൽ ഓക്കെ. പക്ഷേ ഇത്രയും 450 rupees, അത് ഇത്രയേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ എന്തായാലും വിചാരിച്ചും നിങ്ങളും ചിലപ്പോൾ ചില ആൾക്കാർ ഇത് കണ്ടു കാണാൻ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് എന്തായാലും ഇത് വാങ്ങാമെന്ന് വിചാരിച്ചു, ഇത് കാണിക്കാൻ വേണ്ടി വാങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം, വല്ലപ്പോഴും എക്സ്പെൻസീവ് ഒരു ആഗ്രഹം, ഇതിൻ്റെ ഒരു അതായത് 450 ഇതിന് വല്ലതും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചാൽ ഇപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 450 rupees നൂഡിലാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമേ സംഭവം കൊള്ളാം, ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ കൊള്ളാം. പക്ഷേ സംഭവം ഇത് കെട്ടിട്ടിരിക്കുന്ന നൂല് കൊണ്ടാണ്, സാധാ സ്റ്റേപ്ലർ കൊണ്ടല്ല. ഓക്കെ, നമ്മൾ സാധാ മാഗി ഇപ്പം എടുക്കുമ്പോൾ ഒരു 4 സ്ക്വയർ സാധനം കിട്ടും. പക്ഷേ ഇതിൽ ഉണ്ട കളർ പോലെ 2 ഉണ്ടയാണുള്ളത്. ഇതിൽ വെറും 2 ഉണ്ട. മോളിൽ അതായത് ഇതിൽ എഴുതിയിരിക്കണം 2 പേർക്ക് കഴിക്കാൻ വേണ്ടി പറ്റുമെന്നാണ് എഴുതിയിരിക്കണം. അപ്പോൾ 2 ഉണ്ട, പിന്നെ ബ്ലും പോലെ ഇരിക്കണം എന്തോ ഒരു പേസ്റ്റും, പിന്നെ ഡ്രൈ ഹെർബ്സും. ഇതാണ് ഈ 3 സാധനത്തിനാണ് 450 രൂപ, 450 rupees. എന്തായാലും എന്നെ പോലെ തന്നെ ആദ്യമായിട്ട് 450 രൂപയ്ക്കും ന്യൂഡിലുണ്ടോ എന്ന് കാണുന്നവർക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കണ്ടൻറ്റുമായി വീഡിയോ ആയി നമ്മൾ തിന്നെന്നാവും, നിങ്ങൾ കണ്ടെന്നോ ആവും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും 450 രൂപ മുടക്കിയ ന്യൂഡിൽ വാങ്ങിച്ചിരിക്കണം. ഇത് ചൈന, ജപ്പാൻ, ഏതാണ് ചൈനയാണ്, തായ്ലൻഡുകാരനാണ് കേട്ടോ. ഇവൻ തായ്ലൻഡുകാരനാണ്, എന്നാലും ഒരു അപാര പൈസയാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി എന്തെന്നറിയാമോ, സാധാരണ ഒരു നോൺ വെജ് ലവറാണ്. അപ്പം ഇത് കണ്ടോ, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 450 രൂപ വില കൊണ്ട് ഞാൻ ഇട്ടിട്ട് ചിക്കൻ ഫ്ലേവർ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെജ് ഫ്ലേവറാണ് എടുത്തത്. പക്ഷേ എൻ്റെ പിക്ചറൊക്കെ ഞാൻ വിചാരിച്ചു പിക്ചറൊക്കെ കണ്ടപ്പോൾ ഇത് ചിക്കനും മുട്ടയൊക്കെ പറഞ്ഞ ഫ്ലേവറാണ്. പക്ഷേ അതിൽ ഇത് വെജിറ്റേറിയൻ ഫ്ലേവറാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ മാത്രം ഒരു അമ്മളി പറ്റിപ്പോയി. ബാക്കി പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ 450 രൂപയുടെ ഒരു പേര് വായിക്കട്ടെ, ബ്ലൂ ഡ്രാഗൺ രാമൻ ന്യൂഡിൽ കിറ്റ്. തായ്ലാൻഡിൽ നിരക്കി കിടിലൻ സാലക്കില്ലൽ. ഈ തായ്ലാൻഡുകാരൻ കൊള്ളാമോ കൊള്ളൂലേ, നിങ്ങൾക്ക് വാങ്ങിയ ഗുണമുണ്ടോ ഗുണമില്ലേ, അതാണ് നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ന വീഡിയോ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അത് മറക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമക്കിയിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു പോയാൽ മറന്നു പോകും. വെറുതെ എന്തിനാണ് അത് ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പം തന്നെ അങ്ങ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, അപ്പോൾ മറക്കാതെ നമ്മളെ വീഡിയോ എല്ലാം ലാസ്റ്റ് വരെ കാണുക. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ആദ്യമേ പാതി ഇട്ടിട്ട് ആരും ഓടിപ്പോവല്ലേ പ്ലീസ് ഗൈസ്. നിങ്ങളെല്ലാവരും ലാസ്റ്റ് വരെ കാണും, കണ്ടിരിക്കൂ. ഒന്നുമില്ല, നിങ്ങൾ വെറുതെ കസാര കുത്തി നിങ്ങൾ കണ്ടാൽ മാത്രം മതിയല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ഫാമിലി സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം, നമ്മളെ ചാനലിലെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഞാൻ ഇനി എല്ലാം സെറ്റ് ചെയ്തിട്ട് സാധാ ഒരു കുക്കിംഗ് ബ്ലോഗ് ഒന്നും ആരും ഇട്ടുകൊണ്ടൊന്നും പോകണ്ട, പറ ചാനലാണ്. പക്ഷേ എന്നാലും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുള്ളൂ. ഓക്കെ, സോ കമോൺ. അപ്പം ദേഷ്യമായിട്ട് നമുക്ക് തുടങ്ങിയാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹം കാണണം. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് കത്തിക്കണം, പാത്രം വെക്കണം. അതാർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിനക്കറിയാലോ അതെല്ലാം. ഓക്കെ, ഇനി ആ പൊട്ടിക്കാത്ത സൺഫ്ലവർ ഓയിൽ എടുക്കും,
കവറൊന്നും പൊട്ടിച്ചിട്ടില്ല, ഇപ്പോൾ വാങ്ങിച്ചതേ ഫ്രഷ് ആയിട്ട് ഇതിനു വേണ്ടി മാത്രം. കത്തിരി ഒന്നും എടുത്തില്ലേ? ആ കത്തിരി എടുത്തില്ലെങ്കിൽ നിങ്ങൾ കടിച്ചാണെങ്കിൽ പൊട്ടിക്കാം. പക്ഷേ ഇതിൽ എൻ്റെ പല്ല് ഉന്തി ഉറഞ്ഞ് ഇരിക്കണുണ്ട്, എനിക്ക് വീണ്ടും ഉന്താൻ വയ്യാത്തോണ്ട് കത്തിരി എടുത്തുകൊണ്ട് പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അതാ നമ്മൾ എണ്ണ ഒഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഇത്രയും മതിയാവേ. അതിലവർ 1 ടേബിൾ സ്പൂണാണ് എഴുതിക്കണമെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം. കൊളസ്ട്രോൾ ഒന്നും ചാവണ്ടെന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഷെഫ് പോലെ നമ്മളിങ്ങനെ കാണിക്കണം. ഓക്കെ, രസം. അപ്പം ഇതിനെ നമ്മൾ ഓക്കെ, ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് ഇത് ടോഫു എന്നാണ് എന്തോ ടോഫു എന്നാണ് ഇതിൻ്റെ പേര്. കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ ടോഫു എന്ന്. അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ച് ഇതിലവർ പറഞ്ഞേക്കണ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ, ആദ്യം ഒരു പാൻ എടുക്കുക, അതൊന്ന് ചൂടാക്കുക, അതിൽ ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. ഞാൻ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ഒഴിക്കാം. എന്നിട്ട് ഈ ഉണ്ടയിൽ ഈ ടോഫു, അതിന് കറക്റ്റ് പ്രൊണൗൺസിയേഷനൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ, ടോഫു എന്നാണ് തോന്നുന്നത്, അത് ഇതിലിങ്ങനെ വയ്ക്കണം. ഓക്കെ, എന്നിട്ട് ഫ്രൈ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഒന്നും വരില്ലേ എന്തോ, ദൈവത്തിന് തന്നെ അറിയാം. എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കണമെന്ന്. ഓക്കെ, അതാണ് എനിക്ക് അതാണ് മനസ്സിലായില്ല. സാധാരണ ഇതിങ്ങനെയാണോ എന്തോ ചെയ്യണം. സത്യം പറഞ്ഞ് ഇതെനിക്ക് അറിഞ്ഞൂടെ ഇങ്ങനെയാണ്. ഞാനത് വെള്ളത്തിലിട്ടല്ലേ സാധാരണ ചെയ്യണത്. അതാണടി എനിക്ക് സത്യം പറയാലോ. സാധാരണ അതാണ് ഇവള് പറഞ്ഞ കറക്റ്റിന് വെള്ളത്തിലിട്ട്. പക്ഷേ ഇതിൽ അവർ പറഞ്ഞത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പറയുന്നത്. അതാണ് ഇവിടെ ഡൗട്ട് അടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അതിൽ എനിക്ക് പറ്റിപ്പോയതല്ലേ. ഇനി എപ്പോഴും വീഡിയോ നോക്കി ചെയ്തനായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒന്നും പറ്റില്ല. ഒന്നും കൂടെ ഞാൻ വെള്ളത്തിയിട്ടൊന്ന് വേവിച്ചെടുക്കാം, അത്രേ ഉള്ളൂ. ഇനി വെള്ളത്തിയിട്ട് ചെയ്യണോ എന്തോ. ശരിയാണ്, ഇത് വെള്ളത്തിയിട്ട് ചെയ്യണം കേട്ടാ. യെസ്, ഇത് വെള്ളത്തിയിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. പേടിക്കണ്ട. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. അപ്പോൾ തിളയ്ക്കണം. അപ്പോൾ കുറച്ച് മാറണം. അയ്യോ, എണ്ണയിൽ വെള്ളം. സൂക്ഷിക്കണം, നിങ്ങളെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. ഇത്രയും സാഹസമായിട്ട് ആരും കാണിക്കില്ല കേട്ടൊന്നും. ഓക്കെ ഓക്കെ, എണ്ണയിൽ വെള്ളം ഒഴിക്കും. ഓക്കെ, ഇല്ലടാ, ഇങ്ങനെ തന്നെ കറക്റ്റ് തന്നെ. അപ്പം റെസിപ്പിയിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇതിലവർ പറഞ്ഞേക്കണ പോലെ എനിക്ക് ആവണില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ രണ്ടും ഉണ്ട് അതിലിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയും വെജിറ്റബിൾ ഓയിലും കൂടെ ചെയ്തിട്ട്, ഇനി നമ്മൾ സാധാ മാഗി ചെയ്യില്ല അതേപോലെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ട് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിതാ ഇവിടെ തിളയ്ക്കണ കണ്ടേ. ഇതാ നമ്മളെ നൂഡിൽ ഇവിടെ തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടെ തിളയ്ക്കാനുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ്റെ മിക്സ് ഒന്നും ഉണ്ടാക്കാം. ഓക്കെ, കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാം. ലാവിഷായിട്ട് ഒഴിക്കണ്ട. വെളിച്ചെണ്ണ ഉണ്ടെന്നൊന്ന് ലാവിഷായിട്ട് ഒഴിച്ചാൽ അമ്മേന്ന് ചീത്ത വിളി കേൾക്കും. അതുകൊണ്ട് വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, മതിയാ. ഇനി അതൊന്ന് ചൂടാവട്ടെ. ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം, എനിക്ക് കണക്കൊന്നും പറയാറിഞ്ഞൂടാ, കാരണം ഞാൻ എൻ്റെ ഒരു ഊഹത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ വിങ്സിന് ആവശ്യമുള്ള ആദ്യത്തെ കാര്യങ്ങൾ പറയാം. ക്യാബേജ്, ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, സോൾട്ട്, ഗാർലിക്, പിന്നെ ലാസ്റ്റ് മിൻറ്റ് ലീഫ് ലാസ്റ്റത്തേക്ക് വേണ്ടി. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഗാർലിക് ഇടാം. പിടിച്ചോ, ഒരു പണിയും ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പണി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മറ്റു സാധനം നോക്കണം. ഓക്കെ, അതാവണുണ്ടേ. അത് കഴിഞ്ഞിട്ട് ക്യാബേജ് ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ചിക്കൻ, മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ചിക്കൻ കുനുകുന ഇങ്ങനെ അറിയൂലേ, അതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് മളവിൽ പിടിക്കോ. എന്നിട്ട് ഈ ചിക്കൻ ഇതിൽ നമുക്കിടാം. ഓക്കെ, ഓക്കെ, എന്നിട്ട് ഫ്രൈ. ഈ കാര്യം കാണിച്ചു തരാം. മാറ്റിക്കോ. ഓക്കെ,
ഞാൻ ഈ ഉണ്ടാക്കുന്ന ന്യൂഡിൽസ് നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കാണെങ്കിൽ കൊതിയായിട്ട് വരാം ചിക്കനൊക്കെ കാണുമ്പോൾ തന്നെ. സോ നമുക്ക് ചിക്കൻ നല്ല ബോയിലാവുന്നുണ്ട്. ആ ബോയിലാവുന്ന ടൈമിൽ നമുക്ക് എന്ത് വേണം? ചില്ലി പൗഡർ. യെസ്, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇടുക. ഓക്കെ, പെപ്പർ പൗഡർ അത് ഞാൻ ഫുള്ളായിട്ട് ഇടും, ബിക്കോസ് എനിക്ക് പെപ്പറിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമുള്ളതുണ്ട്. ഓക്കെ, ഒന്ന് മിക്സ് ചെയ്യണം. ഇതേപോലെ ആണ്. കുറച്ചും കൂടെ കളർ നിങ്ങൾക്ക് ഗുമ്മ് വേണമെങ്കിൽ മുളക് പൊടി ചേർക്കാം, ഗുമ്മിന് വേണ്ടി മാത്രം. ഓക്കെ, അടുത്ത ഉപ്പാണ് കേട്ടോ. ഉപ്പ് ഓക്കെ, ലാസ്റ്റ് ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മതി, കാരണം ചിലപ്പോൾ ആ ന്യൂഡിൽസിൽ പറയാൻ പറ്റുള്ളൂ അതിൽ വല്ല ഉപ്പ്. പേസ്റ്റിൻ്റെ അകത്ത് ഉപ്പ് ഉണ്ടെങ്കിൽ അവസാനം നമ്മൾ ഉപ്പ് കൊതി വന്നിരിക്കുമ്പോൾ ഉപ്പ് കൂടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ചിക്കൻ അടച്ചു വെച്ച് വേവിക്കണം. ഓക്കെ, ഞങ്ങളിതാ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മണമാണ് കേട്ടോ വരുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയേ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, നോക്കിക്കേ, അടിപൊളി അല്ലേ? ആ ഫോട്ടോയിൽ എന്നെ കണ്ട ലുക്ക് ഗ്ലാമറാണ് അല്ലേ എൻ്റെ ചിക്കൻ? അടിപൊളി. ഇനി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ടേസ്റ്റ് ചെയ്യണം. ഇല്ല, ഞാൻ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഓഹോ, നമ്മൾ മാളെ വിളിച്ചില്ല ഞാൻ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എന്നാൽ പിന്നെ അവൾക്ക് കൊതി വിടാതിരിക്കണം, അല്ലെങ്കിൽ പിന്നെ വയറിളകി ഇതാണ് ബാത്റൂമിലായിരിക്കും. അടിപൊളിയാണ്. സത്യസന്ധമായിട്ട് പറയടി, നോക്കുള്ള ഫുള്ളെടുത്തേ. പക്ഷെ അത് കുഴപ്പമില്ല. എന്ത് ഒരു ചിക്കൻ മിസ്സിങ് ആണ്, അല്ല ഒരു ചിക്കൻ കുറഞ്ഞ് ഇരിക്കും. ഓക്കെ, പൊതുവെ ഈ വീട്ടിൽ ചിക്കൻ വെച്ചാൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കുന്ന ഞാനാണ്. കാരണം ഗണപതിക്ക് വെച്ചിട്ടാണ് ബാക്കി എല്ലാവർക്കും ചിക്കൻ്റെ ഇതിൽ വരുമ്പോൾ ഗണപതി ഞാനാണ്. ബാക്കിയുള്ള ഫുഡ് വരുമ്പോൾ കൊള്ളില്ലാത്ത ഫുഡ് വരുമ്പോൾ മാത്രമേ ഞാൻ അച്ഛനെ ആക്കാറുള്ളൂ ഗണപതി. ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിക്കൻ കഴിക്കുന്ന ഞാനാണ് അല്ലേ? ചിലപ്പോഴില്ലേ ഞാൻ അതായത് ഏട്ടൻ്റെ നിന്ന് മാളൂൻ്റെ നിന്ന് അച്ഛനെന്നൊക്കെ ഞാൻ പറക്കി എടുക്കും, എന്നിട്ട് ഞാൻ എണ്ണും ആർക്കാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ എനിക്കതൊരു സമാധാനം. ഓക്കെ, ഇനി നമുക്ക് ഈ ന്യൂഡിൽസും കൂടെ നോക്കാം. കണ്ടോ, ന്യൂഡിൽസ് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വേണം ഈ ന്യൂഡിൽസ് ആവാൻ. എന്നിട്ട് ഇനി ഒരു പണിയും കൂടെ, ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ഒരു പാത്രം വയ്ക്കണം. എന്നിട്ട് 1 2 ഇനി കുറച്ചും കൂടെ എടുത്തോണ്ടോ, കുറച്ചും കൂടെ വെള്ളം. പാത്രം വെച്ചു. 800 ml 800 ml വാട്ടർ ഈ പാത്രത്തിൽ ഒഴിക്കണം എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അവർ. ഓക്കെ, അങ്ങനെ തന്നെ. ഇനി ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 കപ്പ് ഇതിൽ ഒഴിച്ചു. ഇനി കുറച്ചും കൂടെ വേണം. അത് മാളു വെള്ളം എടുക്കാണ്ടി പോയിരിക്കുക. ടോട്ടൽ 3 കപ്പ്. ഇനി ഒരു 50 ml കൂടെ. ഇത്രയും മതിയോ? കുറച്ച് മതി. ഓക്കെ, ധാരാളം. അപ്പം നമ്മൾ 3 കപ്പ് വെള്ളം പ്ലസ് 50 ml വാട്ടർ അതും കൂടെ നമ്മൾ ചേർത്ത്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഓക്കെ, ആദ്യം ലിക്വിഡ് ഒഴിക്കും, കാരണം ഇതാണ് ഞാൻ ഈ ബ്ലിം ആയിരിക്കുന്നുണ്ട്. എനിക്കൊരു തോര ഇതിൽ എന്താണെന്നറിയാം. നമ്മളെല്ലാം ആദ്യം തന്നെ ചെയ്യുള്ളത് ഇങ്ങനെ ആക്കണം, കാരണം 450 രൂപയാണ്. അപ്പം ഒരെണ്ണം പോലെ വേസ്റ്റ് ആക്കാൻ പാടില്ല. നോക്കട്ടെ എന്തിനാണെന്ന് ഞാൻ തന്നെ. എനിക്ക് പാരസെറ്റമോൾ ഗുളിക സത്യമല്ലേ? ഇത് ഒഴിക്കണം, വെറുതെ ഇങ്ങനെ കഴിച്ചാൽ പോലെ. എന്തിനാണ് அந்த അവസ്ഥ കണ്ട. ഓക്കെ, ഇത് ടേസ്റ്റ് ചെയ്തേക്കുന്നത്. ഞാൻ എന്തായാലും ഒരിക്കലും ആദ്യം ടേസ്റ്റ് അല്ല, എല്ലാം എൻ്റെ അസിസ്റ്റൻറ്റിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാറുള്ളൂ. കമോൺ അസിസ്റ്റൻറ്റ്. കൊള്ളൂലേ? എന്തൊരു ഉപ്പ് എടുത്ത് വെക്കണം. മറ്റേ ഇഞ്ചി അച്ചാർ, നാരങ്ങ അച്ചാർ എല്ലാം കൂടെ ഒരുമിച്ചറിയില്ല. ഓ ദേവിയത് ആരും അല്ലാതെ നക്കല്ലേ കേട്ടാ. ഇത് വേണോ? ഞാൻ അത് വെച്ച് കഴിച്ചാൽ പോരെ. ഉപ്പ് ഇടണ്ടേ കേട്ടോ കൂടുതൽ. എനിക്ക് ഉപ്പല്ല, എനിക്ക് ഈ ഞണ്ടൊക്കെ കഴിക്കൂല അതേപോലെയൊക്കെ സാധനം. എന്തായാലും 450 ഇത്രയും നക്കത്തരം കാണിക്കണ്ടേ, കുറച്ച് സാധനം ഒഴിച്ചാൽ മതി. ഓക്കെ, ഇത്രയും മതിയോ? അല്ലേ ഇനി ഒന്നുമില്ല, ഇനി ഇതിൻ്റെ പുറത്തുള്ള സാധനം മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റുന്നില്ലല്ലേ? ഓക്കെ, അങ്ങനെ ഇത് ഫുൾ തീർത്തിട്ട് ഇനി ഇതിൻ്റെ ഇത് ഡ്രൈ ഹെർബ്സ് അതും കൂടെ. ഇത് പച്ചക്കറിയല്ല, മുളകിൻ്റെ ഒക്കെ മുളക് എന്തൊരാവോ എന്തോന്നത്ത്. എല്ലാം ഇതെന്ത് മുളകാണോ അതോ എനിക്കൊന്ന് ഉണക്കിയ മുളകാണെന്ന് തോന്നട്ടെ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം. മിക്സിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
നമ്മളെ വാട്ടർ ഇവിടെ നല്ലപോലെ ബോയിലായി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാറ്റി വെക്കണം. നിങ്ങൾ ദയവ് ഇത് കണ്ടത് ഇതൊരു ബെഡ്ഷീറ്റാണ്. ഇവിടെ അടപിടിക്കുന്ന തുണി കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ബെഡ്ഷീറ്റ് വലിച്ചു കയറി കൊണ്ടുവന്നതാണ്. സോ അടപിടിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹാക്സ് ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കണം. ഓ ശരിയാണ്, ഉപയോഗിക്കാത്ത ബെഡ്ഷീറ്റാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ചിക്കൻ ചെയ്തില്ലേ, ആ സാധനം കൊണ്ട് എടുത്ത് വെക്കണം. വച്ചിട്ട് വീണ്ടും നമ്മൾ മാറ്റി വെച്ച പാത്രമില്ലേ, അത് വീണ്ടും ഇതെടുത്ത് ഒഴിക്കണം. സോ കുറച്ച് ടാസ്ക്കാണ്, എനിക്കാണെങ്കിൽ പേടിയാവണം. ഓ ഇങ്ങനെ ഒഴിക്കണം. ഓക്കെ ഇത് ഓക്കെ എന്തൊരവസ്ഥയാവോ എന്തോ. ഇനി ഇത് പിടിച്ചോ, ബെഡ്ഷീറ്റ് പിടിച്ചോ. ഇനി ഈ സാധനം കുറച്ച് എന്തായാലും ഗമ കാണിക്കാമല്ലോ, അപ്പോൾ കുറച്ചും കൂടെ ഗമ കാണിച്ചെടുക്കാമെന്ന് വിചാരിച്ചോണ്ട് ഈ സാധനം ഇങ്ങനെയല്ലേ ഇടയെടുക്കണം. വാള് മൊത്തത്തിലിട്ട് തട്ടാവും. അയ്യോ ഇത് വരണില്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെ പറ്റാത്തൊരു മൊത്തത്തിൽ തട്ടിയാൽ മതി, ഇങ്ങനെയൊക്കെ ഇട്ട് തട്ടിയാൽ മതി. ആ പിന്നെ എങ്ങനെ ഇടാം, ഗമ പറ്റണില്ല കേട്ടോ, വരണേ. അപ്പോൾ ഇനി ഇതിൽ കൊണ്ട് എനിക്കെല്ലാം പറ്റാത്തതുകൊണ്ട് ഞാൻ നമ്മളുടെ ആയുധം എടുക്കും. ഈ സാധനമൊക്കെ ചെയ്യും. ഈ പരുവോണം ആക്കിയിരിക്കണം ഞാൻ. ഓക്കെ ഈ പരുവായി. ഇനി ഇത് കുറച്ചും കൂടെ ഇതിൻ്റെ അകത്തു നിന്ന് മിക്സായി എൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ വിചാരിക്കണമെങ്കിൽ ആ ന്യൂഡിലും ആ ചിക്കനും സാധനങ്ങളൊക്കെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ആവാനുണ്ട് ഈ വെള്ളത്തിൽ നിന്ന്. എന്നിട്ട് കുറച്ച് വറ്റണം. അപ്പോൾ തുറന്ന് വെച്ച് വറ്റിപ്പിക്കാം, ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. സോ അങ്ങനെ എത്രയോ മണിക്കൂറില്ല, വെറും ഒരു അരമണിക്കൂറിൻ്റെ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ ഒടുവിൽ നമ്മളുടെ 450 രൂപ 450 റുപ്പീസിൻ്റെ തായ്ലാൻഡ് നൂഡിൽ റെഡി ആയിരിക്കണം. ഇനി നമുക്കിതൊരു വലിയ ബൗളിലാക്കി നമുക്ക് മാറ്റാം. നമ്മൾ ബൗളിലാക്കി വെച്ച് ഇനി ഇതിൽ അലങ്കാര പരിപാടികളിലേക്കാണ് നമ്മൾ പോണത്. ഓക്കെ ആദ്യം നമുക്ക് മുട്ട 2 മുട്ട പൊട്ടിച്ചു. വീട്ടിലെ മുട്ട വീട്ടിലെ കോഴിയുടെ മുട്ട, ചീസുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ചീസ് വയ്ക്കാം. എനിക്ക് ഒരു ചീസും കൂടെ ഞാൻ ഇടും, പക്ഷെ മതിയാവും ചിലപ്പോൾ. അത് കുഴപ്പമില്ല, എനിക്ക് ചീസ് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ചീസ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. അപ്പം 2 മുട്ട ചീസെല്ലാം വെച്ച് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു ഗ്രീൻ കളർ പോലെ എന്തെങ്കിലും സാധനം വയ്ക്കാൻ ഞാൻ വയ്ക്കണില്ല. ഞാൻ വച്ചിരുന്ന പുതിനയെല്ലാം ഞാൻ അതിൻ്റെ അകത്തും കൂടെ മിക്സ് ചെയ്തിട്ടാണ്. ഇനി എനിക്ക് വയ്യ പോയി പറിക്കാൻ. അപ്പോൾ ഇനി ടേസ്റ്റ് ഞാൻ ചെയ്യും. ഓക്കെ ആദ്യം ആ ചീസും കൂടി ഇട്ടിട്ട് വേണം ആ ന്യൂഡിൽ ഇങ്ങനെ എനിക്ക് പുതിനയെല്ലാം വന്നു കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് ചീസ് എടുക്കണം. എന്നിട്ട് ഇതിൽ ഒന്നും പറയാനില്ല. അയ്യോ അടിപൊളി. 10 450 ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. ആ ചീസൊക്കെ കൂടി ഇടുന്നത് എന്നാൽ ആ കറക്റ്റ് ആ ഫ്ലേവർ ഞാൻ പറഞ്ഞ ഫ്ലേവർ കിട്ടുള്ളൂ അല്ലേ. അല്ല ഇത് മാത്രം ഇട്ടാ ചേട്ടന് കൊതിയായിരുന്നു. ക്യാമറമാന് ഭയങ്കര കൊതിയാണ്. ചീസ് ഇല്ലാതെ കഴിച്ചാൽ അടിപൊളിയാണ്, അതും അടിപൊളിയാണ്. നമ്മൾ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് പറയാതിരിക്കാൻ വേണ്ടി ചീസും കൂടി ഇട്ടാൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്നുമില്ല. 450 ഈ 450 റുപ്പീസിനും അടിപൊളി നൂഡിൽസ് എന്തായാലും ട്രൈ ചെയ്യണം പ്ലീസ്. കള്ളം പറഞ്ഞതല്ല, ഹോണസ്റ്റ് റിവ്യൂ. ഞാൻ ഈ ഉണ്ടാക്കിയ നൂഡിൽ അടിപൊളി, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണുന്നവരായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. സോ ബൈ ബൈ, ലവ് യു, ടേക്ക് കെയർ.